മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ദ ഹിന്ദു ദിനപത്രം. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിവാദ പരാമർശം PR ഏജൻസി പറഞ്ഞ് ഉൾപ്പെടുത്തിയത് എന്നാണ് വിശദീകരണം. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണെന്ന് വിശദീകരിച്ച് PR പ്രതിനിധി നൽകിയ ഭാഗമാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തള്ളിയത്. ദ ഹിന്ദു പ്രതിനിധി 30 മിനിറ്റ് മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്തിരുന്നുവെന്നും വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ബൽറാം നെടുങ്ങാടി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ അഭിമുഖം വിവാദമായതിനു പിന്നാലെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെടുകയായിരുന്നുവല്ലോ. എന്താണ് ഇപ്പോൾ ദ ഹിന്ദു നൽകുന്ന വിശദീകരണം? ബൽറാം. ഉന്മേഷ, വിവാദ അഭിമുഖത്തിൽ മുഖ്യമന്ത്രിയുടെ തന്നെ പ്രസ് സെക്രട്ടറി പ്രസ്താവനയുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഇക്കാര്യത്തിൽ ഹിന്ദു വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഹിന്ദു എഡിറ്ററിന്റെ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്, മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭിമുഖം വാഗ്ദാനം ചെയ്ത PR ഏജൻസിയായ കൈസൺ ആണ് ദ ഹിന്ദുവിനെ സമീപിക്കുന്നത് എന്നും ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29-ന് രാവിലെ 9 മണിക്ക് കേരള ഹൗസിലെ കൊച്ചിൻ പാലസിൽ വെച്ചായിരുന്നു ഈ അഭിമുഖം ഹിന്ദുവിൻ്റെ മലയാളിയായ മാധ്യമപ്രവർത്തക നടത്തിയത് എന്നുമാണ് ഹിന്ദു വ്യക്തമാക്കുന്നത്. അരമണിക്കൂറോളമായിരുന്നു ഈ ഇന്റർവ്യൂ നീണ്ടുനിന്നത്. എന്നാൽ ഈ അഭിമുഖം നടക്കുന്ന ഘട്ടത്തിൽ ഈ അരമണിക്കൂറും ഈ വാർത്താ ഏജൻസിയുടെ PR ഏജൻസിയുടെ 2 പ്രതിനിധികളും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 30 മിനിറ്റ് നീണ്ട ഈ അഭിമുഖം പൂർത്തിയാക്കിയ ശേഷം ഈ PR ഏജൻസിയുടെ പ്രതിനിധി ഹിന്ദുവിൻ്റെ മാധ്യമപ്രവർത്തകയോട് വിവാദമായ ഈ ഭാഗം, സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട ഭാഗം കൂടി അഭിമുഖത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ഇത് നേരത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാണ് എന്ന വിശദീകരണത്തോടെയാണ് ഇത് ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്. PR ഏജൻസിയുടെ സംഘത്തിലെ 2 പേരിൽ ഒരാൾ രേഖാമൂലം ഇത് ആവശ്യപ്പെടുകയായിരുന്നു എന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവാദമായ പ്രസ് സെക്രട്ടറി നിഷേധിച്ച ആ ഭാഗം ഉൾപ്പെടുത്തിയത് എന്നുമാണ് ഹിന്ദുവിൻ്റെ വിശദീകരണം. ഒപ്പം തന്നെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയിൽ സംഭവിച്ചത് വീഴ്ചയിൽ ഖേദപ്രകടനവും ഹിന്ദു നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടുതൽ മുഖ്യമന്ത്രി പറഞ്ഞതല്ല, മറിച്ച് PR ഏജൻസി ആവശ്യപ്പെട്ടതാണ് ഈ ഭാഗം എന്ന് ഹിന്ദുവിൻ്റെ എഡിറ്റർ വിശദീകരിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. കാരണം PR ഏജൻസി ഒരു മാധ്യമത്തെ അങ്ങോട്ട് സമീപിച്ച് ഇന്റർവ്യൂ നടത്തുന്നു. ഒപ്പം PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ഒപ്പം ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി അഭിമുഖം നൽകുന്നു. കൂടാതെ അഭിമുഖത്തിന് ശേഷം വിവാദമായ, പിന്നീട് നിഷേധക്കുറിപ്പ് ഇറക്കിയ ഭാഗം ഉൾപ്പെടുത്താൻ ഇതേ PR ഏജൻസി ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ അല്ല, ഈ PR ഏജൻസി വഴി ഈ കാര്യങ്ങൾ ഈ ഹിന്ദുവിൽ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് വേണം ഈ വിശദീകരണത്തോടെ വിലയിരുത്തേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ PR ഏജൻസിയുടെ ഒരു വിശദീകരണമുണ്ടോ? എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിവാദ ഭാഗം അതിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി? അതാരുടെ ഇടപെടൽ മൂലമാണ്? അതോ മറ്റാരുടെയെങ്കിലും താല്പര്യമാണോ? അക്കാര്യത്തിൽ അവർ വിശദീകരിക്കേണ്ടതുണ്ടല്ലോ. നിലപാട് വ്യക്തമാക്കുന്നുണ്ടോ ആ PR ഏജൻസി? ബൽറാം. ഉന്മേഷ, ഈ PR ഏജൻസിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് പൊളിറ്റിക്കൽ വിഭാഗം, അവരുടെ പൊളിറ്റിക്കൽ വിഭാഗമാണ് ഈ അഭിമുഖത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. സുബ്ബു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും നമ്പറുമാണ് ഈ ഏജൻസി നൽകിയത്. തുടർന്ന് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടെങ്കിലും ഈ ഏജൻസിയുമായും ഈ സംഭവവുമായും തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന വിശദീകരണമാണ് നൽകിയത്. ഈ സംഭവത്തെക്കുറിച്ച് തനിക്ക് അറിയുക പോലും ഇല്ല എന്നുള്ളതായിരുന്നു ഇയാളുടെ വിശദീകരണം. തിരിച്ച് ഇവരെ, ഈ ഏജൻസിയെ, ഈ സുബുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് നിർവഹിച്ചത് എന്ന് വിവരം നൽകിയ ഏജൻസിയെ ബന്ധപ്പെടുമ്പോൾ അവർ ഇക്കാര്യത്തിൽ കൂടുതൽ ഈ ഘട്ടത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും അഭിമുഖം നടത്തിയത്, അല്ലെങ്കിൽ അഭിമുഖം ക്രമീകരിച്ചത് ഈ PR ഏജൻസിയുടെ, കൈസൺ PR ഏജൻസിയുടെ പൊളിറ്റിക്കൽ വിഭാഗമാണ് എന്ന സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നു. എന്നാൽ അത് നൽകിയെന്ന്, ഇത് കൈകാര്യം ചെയ്തു എന്ന് കമ്പനി അവകാശപ്പെടുന്ന വിശദീകരിച്ച ആൾ ഇക്കാര്യം നിഷേധിക്കുകയാണ്. ഉന്മേഷ്, ബൽറാം, അപ്പോഴും ഇനിയും പുറത്തു വരേണ്ട കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടെയാണോ PR ഏജൻസി ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത്? അതറിയേണ്ട കാര്യമാണ്. അതിൽ PR ഏജൻസി നിലപാട് പറയണം ഇക്കാര്യത്തിൽ. അത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് കൂടുതൽ ദുരൂഹമാവുകയാണല്ലോ ബൽറാം.
തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ ദുരൂഹമാവുകയാണ് ഉന്മേഷ്. ഇനി പുറത്തു വരാനുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ താല്പര്യത്തോടെയായിരുന്നു ഇക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. കാരണം ഈ ഏജൻസി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഹിന്ദുവിനെ സമീപിക്കുന്നത്. ആ അഭിമുഖം വരേണ്ടത് ഈ PR ഏജൻസിയുടെ താല്പര്യമായിരുന്നു, അല്ലെങ്കിൽ PR ഏജൻസി വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ താല്പര്യമായിരുന്നു എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് അഭിമുഖത്തിന്റെ ഘട്ടത്തിലെല്ലാം തന്നെ ഈ PR ഏജൻസിയുടെ അംഗങ്ങൾ, പ്രതിനിധികൾ ഒപ്പമുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക്. അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിക്ക് കൂടി അറിവോടെ ആയിരിക്കും എന്നും ഊഹിക്കേണ്ടി വരും ഹിന്ദുവിന്റെ ഈ വിശദീകരണത്തോടു കൂടി. ഇതിനുശേഷം, അഭിമുഖത്തിന് ശേഷം ഇവർ സമീപിക്കുന്നു, വിവാദമായ സ്വർണ്ണക്കടത്തും ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട ഭാഗം കൂടി അഭിമുഖത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്തണം എന്ന്. അത് മുഖ്യമന്ത്രി നേരത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. അതുകൂടി ഈ അഭിമുഖത്തിന്റെ ഭാഗമായി വരാൻ താല്പര്യമുണ്ട് എന്ന് രേഖാമൂലം ആവശ്യപ്പെടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞതായി വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതായാണ് അഭിമുഖത്തിൽ ഈ വിവാദമായ ഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഈ മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികതയിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് ഹിന്ദു ഏറ്റുപറയുന്നത്. ഇക്കാര്യത്തിലാണ് ഖേദപ്രകടനവും നടത്തുന്നത്. ശരി, അതും പ്രധാനപ്പെട്ടതാണ്. ബൽറാം നെടുങ്ങാടിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.